NGC ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 3 BA ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അഥവാ ഹെൽ എന്നറിയപ്പെടുന്ന പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് മൊഡ്യൂൾ 1 ചാപ്റ്റർ 1 ദ വിക്ടോറിയൻ ഏജ്, ആ വിക്ടോറിയൻ കാലഘട്ടത്തെ അല്ലെങ്കിൽ ക്വീൻ വിക്ടോറിയ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന കാലത്തെ ബ്രിട്ടനിലെ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് വിക്ടോറിയൻ ഏജിൽ ആ ഒരു ഇംഗ്ലണ്ടിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു എന്നാണ് നോക്കിയത്. അപ്പൊ അതിന്റെ ബാക്കിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചേഞ്ചസ് ഇൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് ദ വിക്ടോറിയൻ പീരീഡ്. ആ ഒരു വിക്ടോറിയൻ കാലഘട്ടത്തെ ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ലെവൽ എഡ്യൂക്കേഷനിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. The universities had reached the nether of degeneration in the 18th century. There was neither learning nor discipline. Examinations were not conducted. The fellowships were mostly reserved for clergymen and denied admission to non-conformists. അപ്പോൾ എന്തൊക്കെയായിരുന്നു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്? ആ ഒരു 18th സെഞ്ചുറി 18ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ നിൽക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ്? There was neither learning nor discipline. അവിടെ എന്തില്ല, ഒരു പുതിയ അറിവൊന്നും പകർന്നു നൽകുന്നുമില്ല. അവിടുത്തെ സ്റ്റുഡൻസിന് എന്തുമില്ല, ഡിസിപ്ലിനും ഇല്ല. എക്സാമിനേഷൻസ് വെർ നോട്ട് കണ്ടക്റ്റഡ്, പരീക്ഷകളൊന്നും നടത്തുന്നില്ല. ദ ഫെലോഷിപ്സ് വെർ മോസ്റ്റ്ലി റിസർവ് ഫോർ ക്ലർജിമെൻ, അല്ലെങ്കിൽ ആ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നവർക്ക് മാത്രം ആയിരുന്നു അവിടെ പഠിക്കാനായിട്ട് സാധിച്ചിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ആ ഒരു വിക്ടോറിയൻ കാലഘട്ടത്തിന്റെ തുടക്ക സമയം വരെ ആ ഒരു ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. The changes brought about in the universities during the Victorian age can be examined under 3 headings: changes in staff, in syllabus and in students. അപ്പോൾ ഈ വിക്ടോറിയൻ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വന്ന ചേഞ്ചസ് നമുക്ക് മൂന്നായിട്ട് ഗ്രൂപ്പ് ചെയ്ത് അല്ലെങ്കിൽ മൂന്നായിട്ട് തരംതിരിച്ചിട്ട് പഠിക്കാം. ഒന്നാമത്തെ എന്താണ്? ചേഞ്ചസ് ഇൻ സ്റ്റാഫ്, ആ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് വന്ന ചേഞ്ച്. രണ്ടാമത്തത് ദ സിലബസ്, അവിടെ പഠിക്കാനുണ്ടായിരുന്ന വിഷയങ്ങൾക്കും അല്ലെങ്കിൽ പഠിക്കുന്ന രീതിക്കും വന്ന ആ ഒരു ചേഞ്ചസ്. ആൻഡ് തേർഡ് വൺ ദ സ്റ്റുഡൻസ്, അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് വന്ന ചേഞ്ച്. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ദ ചേഞ്ചസ് ഇൻ സ്റ്റാഫ്. Up to the 19th century, the staff of Oxford and Cambridge comprised of clergymen only. As for centuries, it was the tradition of these universities to appoint only clergymen. അപ്പൊ 19ാം നൂറ്റാണ്ട് വരെ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? നമ്മൾ നേരത്തെ പറഞ്ഞു അഡ്മിഷൻ ആർക്ക് മാത്രമായിരുന്നു, ക്ലർജിമാന് മാത്രമായിരുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു സെയിം കണ്ടീഷൻ എവിടെയും ഉണ്ടായിരുന്നു, ആ യൂണിവേഴ്സിറ്റിയിലേക്ക് സ്റ്റാഫിനെ എടുക്കുന്ന കേസിലും ഉണ്ടായിരുന്നു. 19ാം നൂറ്റാണ്ട് വരെ ആരെ മാത്രമേ സ്റ്റാഫായിട്ട് സ്വീകരിച്ചിരുന്നുള്ളൂ? ക്ലർജിമൻ മാത്രമേ ആയിരുന്നു അവിടെ സ്റ്റാഫായിട്ട് സ്വീകരിച്ചിരുന്നത്. Anyone aspiring to an academic career had to take a religious test. അതെങ്ങനെയായിരുന്നു ക്ലർജിമാനെ മാത്രം എടുത്തിരുന്നത്? അവിടെ ജോലിക്കായിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാരെ എല്ലാം എന്ത് ചെയ്യും? ഒരു റിലീജിയസ് ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റിൽ പാസ്സാവുന്നവരെ മാത്രമായിരുന്നു എന്ത് ചെയ്യുന്നത്? ആ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് സ്റ്റാഫായിട്ട് എടുത്തിരുന്നത്. The Test Act of 1871 abolished this practice and threw open the gates of universities to any deserving candidate. അപ്പൊ എന്ത് ചെയ്തു? 1871 കൊണ്ടുവന്ന ടെസ്റ്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട് പ്രകാരം എന്ത് ചെയ്തു? ഈ ഒരു യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് എന്തെങ്കിലും ജോലിക്കായിട്ട് അപേക്ഷിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ജോലി നേടാനായിട്ട് വേണ്ടിയിരുന്ന ആ ഒരു റിലീജിയസ് ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കടമ എന്ത് ചെയ്തു? ഈ ഒരു 1871 ടെസ്റ്റ് ആക്ട് പ്രകാരം എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു, അല്ലെങ്കിൽ എന്ത് ചെയ്തു? ആ ഒരു ടെസ്റ്റ് എടുത്ത് കളഞ്ഞു. പകരം എന്ത് ചെയ്തു? and threw open the gates of university to any deserving candidate. അവിടെ പണിയെടുക്കാൻ അർഹതയുള്ള എല്ലാവർക്കും ആ ഒരു അവസരം എന്ത് ചെയ്തു? തുറന്നു കൊടുത്തു. By the end of the century, many of the staff were laymen. അപ്പൊ അർഹതയുള്ള ആർക്കും ആ ഒരു റിലീജിയസ് ടെസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ആ ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിന്റെ സപ്പോർട്ട് ഇല്ലാതെ അർഹതയുള്ള ആർക്കും എന്ത് ചെയ്യാം? യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യാം എന്നൊരു കണ്ടീഷനാണ് ആ ഒരു 19th സെഞ്ചുറിയിലെ ടെസ്റ്റ് ആക്ട് പ്രകാരം ആ ഒരു റിലീജിയസ് ടെസ്റ്റ് എന്ന കോൺസെപ്റ്റ് എടുത്തു കളഞ്ഞപ്പോൾ സംഭവിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ വന്ന ചേഞ്ച്. രണ്ടാമത്തെ പോയിന്റ് ആണ് ദ ചേഞ്ച് ഇൻ സിലബസ് ഇൻ ദ യൂണിവേഴ്സിറ്റീസ് ഡ്യൂറിംഗ് ദ വിക്ടോറിയൻ എറ. Up to the beginning of the 19th century, the classics was the chief subject that was taught. എന്താണ്? 19ാം സെഞ്ചുറിയുടെ തുടക്കം വരെ എന്തായിരുന്നു പഠിപ്പിച്ചിരുന്നത്? ക്ലാസിക്സ് എന്ന് പറയുമ്പോൾ ലാറ്റിൻ അല്ലെങ്കിൽ ഗ്രീക്ക് ആ ഒരു ലാംഗ്വേജും അതിന്റെ ഗ്രാമറും ഒക്കെ ആയിരുന്നു എന്ത് ചെയ്തത്?
പഠിപ്പിച്ചിരുന്നത്. അപ് ടു ദ ബിഗിനിങ് ഓഫ് ദ 19th century, the classics was the chief subject that was taught. Slowly, the study of sciences and modern languages was included in the syllabus. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു വിക്ടോറിയൻ പീരീഡ് വരെ ആ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ സിലബസിന്റെ കേസ് വളരെയധികം പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. എക്സാംസ് ഒന്നും നടത്തിയിരുന്നില്ല, അവിടെ ലേണിങ്ങോ ഡിസിപ്ലിനോ ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ അതിനൊരു ചേഞ്ച് ആയിട്ട് എന്ത് ചെയ്തു, 19ാം നൂറ്റാണ്ട് വരെ ക്ലാസിക്സ് മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, മോഡേൺ സയൻസും മോഡേൺ ലാംഗ്വേജസും എന്ത് ചെയ്തു, അവരുടെ സിലബസിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. Slowly, the study of sciences and modern languages was included in the syllabus. Examinations were introduced for the BA degree course. This was followed by the publication of the names of the 12 most distinguished fellows who excelled in academics. അപ്പൊ എന്ത് ചെയ്തു, അതിനുശേഷം ആദ്യം പുതിയ ലാംഗ്വേജസും പുതിയ സയൻസും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു സിലബസിലേക്ക്. അതിനുശേഷം എന്ത് ചെയ്തു, ഏറ്റവും മികച്ച കുട്ടികളെ കണ്ടെത്താനായിട്ട് എക്സാമിനേഷൻ അല്ലെങ്കിൽ പരീക്ഷ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് BA ഡിഗ്രി കോഴ്സിലേക്കാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, അതിൽ ആ ഒരു എക്സാമിൽ മികവ് കാണിച്ച മോസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ടുള്ള 12 പേരുടെ ലിസ്റ്റ്, നമ്മളിപ്പോ റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് പോലെ അങ്ങനത്തെ ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ സ്റ്റുഡൻസിനിടയിൽ ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ സ്റ്റുഡൻസ് കൂടുതൽ നന്നായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങി, എക്സാംസിന് കൂടുതൽ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ അതിനുവേണ്ടി എന്ത് ചെയ്തു, ദ പബ്ലിക്കേഷൻ ഓഫ് ദ നെയിംസ് ഓഫ് 12 മോസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫെലോസ് ഹു എക്സൽഡ് ഇൻ അക്കാഡമീസ് ആൻഡ് തിയോളജിക്കൽ ഫെറ്റേഴ്സ് വെർ ബ്രോക്കൺ ആൻഡ് ദ ഫെലോഷിപ്സ് വെർ ത്രോൺ ഓപ്പൺ ടു എവരിവൺ. നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ്, യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാനായിട്ട് ആരെ മാത്രമാണ് എടുത്തിരുന്നത്, ക്ലർജിമാനെ മാത്രം. അവിടെ സ്റ്റാഫായിട്ടും സ്റ്റുഡൻസ് ആയിട്ടും എല്ലാം ആ ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ മാത്രമായിരുന്നു കൂടുതലും എടുത്തിരുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ എടുത്ത് ദൂരെ പറഞ്ഞു. ഇറ്റ് വാസ് ബ്രോക്കൺ ആൻഡ് ഫെലോഷിപ്പ് വാസ് ത്രോൺ ഓപ്പൺ ടു എവരിവൺ. അർഹതയുള്ള ആർക്കും പഠിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറി. The University of Cambridge established new honors list for law, for natural science, and for moral science. The University of Oxford created a school of physical science and one of law and modern history. 2 commissions were appointed to inquire into state of the universities. As a result, a new and healthy epoch was initiated in the history of the universities of Oxford and Cambridge. അപ്പൊ എന്ത് ചെയ്തു, പല പുതിയ സബ്ജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ പുതിയ 2 കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫംഗ്ഷനിങ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനായിട്ട് 2 കമ്മീഷനെ നിയോഗിച്ചു. അതിലേക്ക് റിസൾട്ട് ആയിട്ട് എന്ത് ചെയ്തു, ആ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് തന്നെ ഒരു അടിമുടി മാറ്റം ഉണ്ടായി. Scientific education became so pro-dominant that it almost displaced humanism in the 20th century. അല്ലെങ്കിൽ ആ അത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു ചിന്താഗതിയെ തന്നെ എന്തിലൂടെ മാറ്റിയെടുത്തു, അവരുടെ ആ ഒരു സയന്റിഫിക് എഡ്യൂക്കേഷൻ, ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിലുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ശാസ്ത്രത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള എഡ്യൂക്കേഷൻ എന്ത് ചെയ്തു, അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ റിലീജിയൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ രീതിക്കെല്ലാം എന്ത് ചെയ്തു, ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സഹായിച്ചു. അപ്പോൾ ഇത്രയുമാണ് എന്ത്, യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫിലും സിലബസിലും വന്ന ചേഞ്ചസ്. ഇനി നമ്മൾ നോക്കാൻ പോണത് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസിന്റെ കേസിൽ വന്ന ചേഞ്ച്. ഗ്രാജുവലി ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻക്രീസ്ഡ് കൺസിഡറബിളി. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റി മുമ്പ് ലേണിങ്ങോ ഡിസിപ്ലിനോ എക്സാമിനേഷനോ ഒന്നും ഇല്ലാതിരുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് പുതിയ മോഡേൺ സബ്ജക്റ്റും മോഡേൺ സയൻസും എക്സാമിനേഷൻസും ഡിസിപ്ലിനും ഒക്കെ റീഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു, അതിനനുസരിച്ച് കൂടുതൽ സ്റ്റുഡൻസ് വരാനായിട്ട് തുടങ്ങി. അതിന് മറ്റൊരു കാരണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം എന്തായിരുന്നു, ആ ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രം എഡ്യൂക്കേഷൻ എന്ന കോൺസെപ്റ്റ് മാറിയിട്ട് പകരം ആ ടെസ്റ്റ് ആക്ട് പ്രകാരം ടെസ്റ്റ് ഒക്കെ എടുത്ത് കളഞ്ഞ് അർഹതയുള്ള ആർക്കും ജോലി ചെയ്യാം, അർഹതയുള്ള ആർക്കും പഠിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, വിക്ടോറിയൻ പീരീഡിൽ എന്ത് സംഭവിച്ചു, ഗ്രാജുവലി ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻക്രീസ്ഡ് കൺസിഡറബിളി. കുട്ടികളുടെ എണ്ണം എന്ത് ചെയ്തു, വളരെയധികം വർദ്ധിച്ചു. യൂണിവേഴ്സിറ്റീസ് ബിഗാൻ ടു അഡ്മിറ്റ് വുമൺ സ്റ്റുഡൻസ് ഓൾസോ. അപ്പൊ ഈ ഒരു ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റിയിലേക്ക് സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ പഠിക്കാനായിട്ട് സ്വീകരിക്കാൻ തുടങ്ങിയത്. Some colleges were created exclusively for women such as St. Hilda, St. Hugh's and Somerville. Although women were admitted in colleges in the 19th century, they were not granted degrees till 1920. അപ്പോൾ 19ാം നൂറ്റാണ്ട് മുതലേ സ്ത്രീകളെ കോളേജിലേക്ക് സ്വീകരിക്കാൻ തുടങ്ങിയെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു, അവർക്ക് എന്ത് കൊടുത്തിരുന്നില്ല,
പുരുഷന്മാരെ പോലെ എന്ത് കൊടുത്തിരുന്നില്ല, അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് കൊടുത്തിരുന്നില്ല. അത് തുടങ്ങിയത് എപ്പോഴാണ്? 1920s ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇത് മൂന്നുമാണ് എന്ത് നമ്മുടെ ആ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ വിക്ടോറിയൻ പീരീഡില് ഇംഗ്ലണ്ട് കണ്ട വ്യത്യാസം. ഏതില്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ഇംഗ്ലണ്ട് കണ്ട ചേഞ്ചസ്.